തെരഞ്ഞെടുപ്പിൽ CPIM വർഗീയ വിഭജന മാനിഫെസ്റ്റോ തയ്യാറാക്കിയെന്ന് കോൺഗ്രസ്. ഇരുണ്ട കാലത്തേക്ക് കേരളത്തെ നയിക്കുന്ന ശൈലിക്ക് CPIM നേതൃത്വം നൽകി. വടകരയും കോഴിക്കോടും ഇതിന് ഉദാഹരണമാണ്. വിഷയം കർക്കശമായി കൈകാര്യം ചെയ്യുന്നതിൽ പോലീസ് ദയനീയമായി പരാജയപ്പെട്ടു. CPIMന്റെ ഇരവാദം ലജ്ജാകരമാണെന്നും KPCC വർക്കിംഗ് പ്രസിഡന്റ് T സിദ്ദിഖ് കുറ്റപ്പെടുത്തി. കേരളത്തിൽ CPIMന് ഒരു ജനകീയ വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള പൊതു മാനിഫെസ്റ്റോ ഉയർത്തിപ്പിടിച്ച് പ്രചരണം നടത്തുന്നതിന് പകരം വർഗീയതയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന വിഭജന മാനിഫെസ്റ്റോ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് CPIM പത്രപരസ്യങ്ങളും പ്രചരണങ്ങൾക്കും മുഴുവൻ നേതൃത്വം കൊടുത്തത്. നവകേരള സൃഷ്ടി എന്ന് പ്രഖ്യാപനം നടത്തുകയും വർഗീയ ധ്രുവീകരണത്തിന് നേതൃത്വം കൊടുത്ത് ഇരുണ്ട കാലത്തേക്ക് കേരളത്തെ നയിക്കുകയും ചെയ്യുന്ന പ്രാകൃത രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ശൈലിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ CPIM അനുവർത്തിച്ചത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് വടകരയും കോഴിക്കോടും ഉൾപ്പെടെയുള്ളതായിരിക്കുന്ന മേഖലകളിൽ അവർ നടത്തിയ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾ. T സിദ്ദിഖ് വിശദാംശങ്ങൾ, ദീപക് മലയമ്മ വിശദാംശങ്ങൾ നൽകും. സിദ്ദിഖ് എന്താണ് പറയുന്നത് ദീപക്? മണ്ഡലങ്ങളിൽ നേരത്തെ തന്നെ വലിയ തരത്തിലുള്ള സൈബർ ആക്രമണങ്ങളും തുടർ പ്രതികരണങ്ങളും ഒക്കെ ഉണ്ടായിട്ടുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ് T സിദ്ദിഖിന്റെ ആരോപണങ്ങൾ പ്രധാനമായും ഇന്ന് ഉയർന്നു വരുന്നത്. തെരഞ്ഞെടുപ്പിൽ CPIM വിഭജന മാനിഫെസ്റ്റോ തയ്യാറാക്കി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആരോപണം. ഒപ്പം തന്നെ വർഗീയ ബോംബും സൈബർ ബോംബും രണ്ടർത്ഥത്തിൽ, ഒന്ന് പാനൂരിനെ ഉൾപ്പെടെ പരാമർശിച്ചുകൊണ്ടാണ് സിദ്ദിഖ് അത് ഉയർത്തി കാണിക്കുന്നത്. ആ വർഗീയ ബോംബും സൈബർ ബോംബും CPIMന്റെ കയ്യിൽ നിന്ന് തന്നെ പൊട്ടിത്തെറിച്ചു എന്നുള്ളതാണ് സിദ്ദിഖ് പറയുന്നത്. സൈബർ ബോംബിന്റെ ഉറവിടം കണ്ടെത്താൻ അതേസമയം തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്ന് ശ്രമങ്ങൾ നടത്തുന്നില്ല. ഉറവിടം കണ്ടെത്താനുള്ള ശ്രമം നടത്തിക്കഴിഞ്ഞാൽ അത് പാനൂരിലെ ബോംബാക്രമണത്തിന് സമാനമായ രീതിയിൽ ഭവിക്കുമെന്നുള്ള ഒരു ആരോപണവും കൂടി സിദ്ദിഖ് ഉയർത്തുകയും ചെയ്യുന്നുണ്ട്. പോലീസിന്റെ കൈയും കാലും സമ്പൂർണ്ണമായി ബന്ധിപ്പിച്ചിരിക്കുന്ന സാഹചര്യമാണ് ഉള്ളത് എന്നുള്ള കാര്യം പറയുന്നു. CPIM ഇപ്പോൾ ഇരവാദം ഉന്നയിക്കുകയാണെന്നും അത് ലജ്ജാകരമാണെന്നും T സിദ്ദിഖ് പറയുന്നുണ്ട്. CPIMന്റെ പരസ്യങ്ങളെല്ലാം തന്നെ ഇത്തവണ വന്നിരിക്കുന്നത് പത്രങ്ങളുടെ സ്വഭാവം അനുസരിച്ച് മതപരമായ വൈകാരികത ചൂഷണം ചെയ്തുകൊണ്ടാണ് നൽകിയിരിക്കുന്നത്. അത് വർഗീയ ധ്രുവീകരണം ലക്ഷ്യമിട്ടുള്ള നീക്കമാണ് നടത്തിയിട്ടുള്ളത് എന്നുള്ള ആരോപണവും കൂടി T സിദ്ദിഖ് മുന്നോട്ട് വെക്കുകയാണ്. നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് ദിനത്തിലാണ് കാഫിർ പ്രയോഗം ഉൾപ്പെടെ വടകര മണ്ഡലത്തിൽ കണ്ടത്. അങ്ങനെ ഒരു കാഫിർ പ്രയോഗം എന്നുള്ളത് ആരോപണമായി പറഞ്ഞാൽ അത് തെളിയിക്കേണ്ട ഉത്തരവാദിത്തം അത് പറഞ്ഞവർക്കുണ്ട് എന്നുള്ള കാര്യവും കൂടി സിദ്ദിഖ് പറയുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ വടകര മണ്ഡലത്തിൽ നിന്ന് ഉയർന്നു വന്ന ഒരു പ്രത്യേക രാഷ്ട്രീയ പ്രചാരണങ്ങൾ, ആ പ്രചാരണങ്ങളിൽ മേൽ ഇപ്പോഴും വാദപ്രതിവാദങ്ങൾ തുടരുന്നു എന്നുള്ളത് തന്നെയാണ് സിദ്ദിഖ് എന്ന വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ നമുക്ക് കാണാനും സാധിക്കുന്നത്.